MJC ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ വെള്ളയാനി ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വില്ലാമായ റെസ്റ്റോറന്റിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ അതിന്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വെള്ളയാനി ലേക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം തിരുവല്ലയൊക്കെ ആയി. ഇനി 5 കിലോമീറ്ററോളം ഉണ്ട്. അതായത് ഒരു 15-14 മിനിറ്റൊക്കെ പിടിക്കും. അപ്പോൾ മെയിൻ റോഡ് എത്തിയിട്ട് കാണിക്കും. ഇപ്പോൾ നമ്മൾ സബ് റോഡ് വഴിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും. മെയിൻ റോഡ് കയറണ്ട കേട്ടോ, ഇനി സബ് റോഡിൽ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ എത്തിയപ്പോൾ തന്നെ സൂര്യൻ്റെ റിഫ്ലക്ഷൻ കായലിൽ കാണാവുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുറച്ചും കൂടെ പാടമൊക്കെ ഉള്ള ഒരു പോർഷനാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഫുള്ള് കായൽ തന്നെയാണ്, അങ്ങനെ പാടവും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ആ തെങ്ങൊക്കെ കാണാനായിട്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് ദൂരോട്ടാണെങ്കിൽ അവിടെ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ കുറെ പേര് ഈ ഒരു ടൈമിൽ വന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ റോഡിന്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു. ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്, ഈ പാടമൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഏതോ ഒരു സീസൺ ടൈമിൽ താമരയൊക്കെ ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ താമരയൊക്കെ പറിച്ചുകൊണ്ട് പോകാറൊക്കെ ഉണ്ട്. അതിന്റെയാണ് നമ്മൾ അതിവിടെയൊക്കെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, അവിടെ ഒരു ചേട്ടൻ എന്താ ദൂരെ വഞ്ചിയൊക്കെ തുഴയുന്നുണ്ട്, താറാവൊക്കെ പോകുന്നുണ്ട്. ഇതിൽ ഇത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഈ സീസൺ കഴിഞ്ഞ കാരണം താമരയൊക്കെ ഫുള്ള് വാടി അതിന്റെ ഇതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ കണ്ട ക്ലീൻ അല്ലാത്ത ഇതിലാണ് കിടക്കുന്നത്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതിനെയും കൂടുതൽ താഴെയും കാണും. അപ്പൊ ഈ ലേക്കിന്റെ പ്രൊട്ടക്ഷനിലായിട്ട് കുറെ പദ്ധതികളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും അത്രയും അങ്ങോട്ട് നന്നായിട്ടല്ല കിടക്കുന്നത്. അപ്പൊ സൺ ഒന്ന് സെറ്റ് ആവാനായിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം സമയം 6:10 ആയിട്ടുണ്ട്. ഏകദേശം സൂര്യൻ അസ്തമിക്കാൻ സമയമായിട്ടുണ്ട്. ഇപ്പൊ അത് ആ മരത്തിന്റെ താഴോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അത് ഫുള്ള് താന്നു പോയാൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് നമ്മൾ ഇപ്പൊ എടുത്തത്. മരം കൊള്ളാം. ആ ഒരു ക്ലിയർ സ്കൈയിൽ അതിങ്ങനെ നിൽക്കണ കാണാനായിട്ട് എന്തോ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അപ്പുറത്തെ പോലെ തന്നെ ഇപ്പുറത്തും കുറെ പേര് മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്ന മാത്രമല്ല കുറെ പേർക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. മീൻ പിടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ചൂണ്ടയൊന്നും ഇല്ലാത്തത് കാരണം തൽക്കാലം ഇത് കണ്ടോണ്ടിരിക്കുക.
അവിടെ ഒരു ചേച്ചി നല്ല ഫ്രഷ് ചീരയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോയത് വെള്ളയാനി, കറക്റ്റ് വെള്ളയാനി ലേക്കിലാണ് പോയത്. പിന്നെ ഇതിൻ്റെ വേറൊരു പോർഷനുണ്ട്, നമ്മൾ ആ പാടം ആ ഒരു പോർഷനൊക്കെ കാണിച്ചില്ലേ, അവിടെ ആ ഒരു പോർഷനിലോട്ട് പോയാൽ നമുക്ക് ഈ കറക്റ്റ് താറാവുകള് വെള്ളത്തിൽ കൂടെ പോണത്, പിന്നെ പശു, പിന്നെ അതുപോലെ അവിടെ എന്തോ ഒരു ബ്രിഡ്ജും പോലെയൊക്കെ ഉണ്ട്. അപ്പം അത് കാണാനായിട്ട് പറ്റും. അത് വേറെ ഏതോ റോഡിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ പാടത്തിൻ്റെ അവിടെ ചെന്നെത്തുന്നത്. ഡയറക്റ്റ് അല്ല, കുറച്ച് ആ റോഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാണ്, പിന്നെ ഫുള്ള് പാടമാണ്. അപ്പം നമ്മൾ അതുവഴി നടക്കണം, അങ്ങനെയാണ്, വണ്ടി പോകില്ല. അപ്പം ഇത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 6 അതൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു ടൈമിലെ സ്കൈ ആണിത്. അത് നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സ്കൈ കാണാൻ. മൊത്തം ഒരു ഓറഞ്ച് മയമായിരുന്നു. നമ്മൾ വില്ലാമയിൽ എത്തി. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തി. നമ്മൾ ഒരു 2 മണിക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയാണ് വന്നേക്കുന്നത്, അച്ഛൻ വന്നില്ല. അപ്പം നമ്മൾ 2 മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂബറിൻ്റെ ടാക്സി എടുത്താണ് ഇന്ന് വന്നത്. അപ്പോൾ ഇവിടെ സെറ്റ് സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മൾ കിട്ടിയ സീറ്റ് ലൈക്ക് 2 ചെറിയൊരു പോണ്ട് പോലത്തെ ഇതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന സീറ്റാണ് നമുക്ക് കിട്ടിയത്. നല്ല ആംബിയൻസ് ആണ്, ലൈക്ക് പൊളി സ്ഥലമാണ്. രാത്രിയിലാണെങ്കിലും നല്ല രസമാണ്, ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് പക്ഷെ അപ്പം നമുക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പാടായിരിക്കും, ലൈക്ക് ഫേസ് ഒന്നും ക്ലിയർ ആവില്ല, ഭയങ്കര ഡിം ലൈറ്റാണ്. രാവിലെ നല്ല രസമുണ്ട്, ഫുള്ളൊരു പ്രകൃതിയുടെ ഇടയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് കാണിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിരുന്ന ആ ഒരു സൈഡിൽ മൊത്തം ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 2 സൈഡിലും ഇതേ കണക്ക് പോണ്ട് പോലെ വരുന്ന പോർഷനായിരിക്കും. അങ്ങനെയായിരുന്നു അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ഇത് 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാണ്, പക്ഷെ നമ്മൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സീലിംഗ് വരുന്നത്. ഫാൻ ആണെങ്കിലും എല്ലാം ഒരു പഴയ സ്റ്റൈലുണ്ട്. അമ്മയുടെ എന്ത് ഫുഡ് പറയണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇതാണ് കേട്ടോ മെനു കാർഡ്. അപ്പം ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പല സ്ഥലത്തായിട്ട് ഈ ആന ഇങ്ങനെ കാല് മടക്കിയിരിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ ഇതുണ്ടായിരുന്നു. നമ്മുടെ സീറ്റിലും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു അപ്പറ്റൈസർ പോലെയാണിത്. ഒരു ടാമറിൻ വാട്ടറും ഗോൾ കപ്പയാണ് അപ്പറ്റൈസറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഡിഷിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടപ്പോഴാണെങ്കിലും എല്ലാം ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആണ്. അതായത് ഒരു പ്ലേറ്റിങ്ങും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് നമ്മൾ പാനിപ്പുരിയൊക്കെ കഴിക്കണ കണക്ക് ആണ് നമ്മൾ കഴിക്കുന്നത്, ബട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കൊള്ളാം. ഇവിടെ പല സ്ഥലത്തായിട്ട് ആൻറ്റീക് ടച്ചുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിലും ഉണ്ട്, വേറൊരു സ്ഥലത്തും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് പോണ്ട് മാത്രമല്ല, കണ്ടില്ലേ, ഇതിൽ ഫിഷും ഉണ്ട്, അതുപോലെ കുറേ വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. അതെല്ലാം വാട്ടർ പ്ലാന്റ്സ് ആണ്. കുറേ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ലീഫ് പോലത്തെ ടൈപ്പ് കാണുമല്ലോ, അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ വേറൊരു ഇതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ഇത് ഫിൽട്ടർ ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു രീതിയിൽ തന്നെ കുറേ ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അകത്ത് രാത്രിയാകുമ്പോൾ ലൈറ്റ് കത്തുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്ത് വേറൊരു സീറ്റാണ്. അപ്പം ഞാൻ നടക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ സീറ്റിൻ്റെ പോർഷനിൻ്റെ മുമ്പ് നമുക്കിങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് വേറൊരു പോർഷനുണ്ട്. അതിൽ കൂടെ നടന്നാണ് നമ്മൾ അവിടെ പോകുന്നത്. ഇതെല്ലാം ഔട്ട്ഡോർ വരുന്ന സീറ്റുകളാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ വെള്ളം വരുന്ന ഇതിൽ തന്നെ ഒരു ആർക്കിടെക്ചറിലേക്ക് കൊത്തുപണി പോലെ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു സ്റ്റാച്യു പോലത്തെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞേ. അപ്പോൾ ഔട്ട്ഡോർ സീറ്റാണ് കുറച്ചും കൂടെ കാണാനായിട്ട് ഭംഗിയും ഫോട്ടോസൊക്കെ ആണെങ്കിലും നല്ലത് ഔട്ട്ഡോർ സീറ്റാണ്. അകത്ത് ഫുൾ ഒരു ആംബിയൻസ് ഡിം ലൈറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സിറിയൻ ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഒരു കോംബോ ആണ്, അതായത് അതിൻ്റെ കൂടെ 2 കേരള പൊറാട്ടയും കൂടെ വരുന്നുണ്ട്. നമ്മൾ 2 കേരള പൊറാട്ടയും കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് ഒരു പരിപ്പിൻ്റെ ഒരു കറി പോലത്തെ ഇതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, ഏകദേശം നിങ്ങൾക്കറിയായിരിക്കും ഇവിടുത്തെ നോർമൽ റേറ്റൊക്കെ എങ്ങനെയാണെന്ന്. അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഇത് അങ്ങനെ ഒരു ഡീപ്പ് ഫ്രൈ പോലെയൊന്നുമല്ല കേട്ടോ. കൊറിയൻ ഡീപ്പ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, പക്ഷെ അങ്ങനെ ഗ്രേവി പോലെയല്ല. ഓക്കെ, അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് ഫ്രൈ എന്ന് വിചാരിച്ചപ്പോൾ അത്ര ഒരു ഫ്രൈ ടൈപ്പ് അല്ല, ഗ്രേവി ഉണ്ട്. പിന്നെ സ്പൈസ് കാണുമ്പോൾ ഭയങ്കര സ്പൈസിയാണെന്ന് തോന്നും, പക്ഷെ അത്ര സ്പൈസൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ചെറിയ ഒരു അരപ്പ് പോലത്തെ പോർഷൻ ഉണ്ട്, അതാണ് നല്ല ടേസ്റ്റ്. ബീഫിനും ആ ഒരു അതിൻ്റെ തന്നെ കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ട്, കൊള്ളാം കേട്ടോ. ഇവിടുത്തെ വാശേരിയാണ് കേട്ടോ. ഇവിടെ ഒരു മിററുണ്ട്, വലിയൊരു മിററുണ്ട്, ലോങ് മിററുണ്ട്. ഇവിടെ സൈഡിൽ ഫുൾ ഇങ്ങനെ വെള്ളം, മീൻ എല്ലാം ഉണ്ട്. സെറ്റ് ആംബിയൻസ് ആണ് കേട്ടോ, ഒന്നും പറയില്ല. വാശേരിയിൽ വരെയും ആ ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലോങ് മിററ്. നമ്മളിങ്ങനെ വാശേരിയിലേക്ക് പോകുന്ന പാസേജിലായിട്ട് ഇങ്ങനെ അമ്മിക്കല്ല്, ആട്ടുകല്ല് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പൂ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു തടിയുടെ ആണ് മെനു കാർഡ് വരുന്നത്. തടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കവർ എന്ന് പറഞ്ഞാൽ. വില്ലാമായ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് ഫുഡാണ് നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു ഡെസേർട്ട് പറയണം, അത് കഴിഞ്ഞ് എന്തെങ്കിലും ജ്യൂസ് ടൈപ്പ് എന്തെങ്കിലും പറയണം. നമ്മൾ പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോൾ ഡെസേർട്ട് പറയാനായിട്ട് പോവാം. നമ്മൾ ഡെസേർട്ടിൻ്റെ ഇതിൽ പറഞ്ഞത് ഇവരുടെ ഒരു ടെൻഡർ കോക്കനട്ട് ഡെസേർട്ട് ഉണ്ട്, അത് ഇവരുടെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും നമ്മൾ പറഞ്ഞു. പിന്നെ ഫ്രഷ് ജ്യൂസിൻ്റെ സെക്ഷനിൽ, ലൈക്ക് ജ്യൂസസിൻ്റെ സെക്ഷനിൽ ബാക്കിയെല്ലാം കോഫി ടൈപ്പ് മിക്സ് വരുന്നതാണ്, മിൽക്ക് കൂടെ ആയിട്ടുള്ളതാണ്. ക്രീം മിൽക്ക് ഭയങ്കര ഹെവി ആവും. ഇപ്പോഴേ ഭയങ്കര ഹെവി ആവുന്നതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള സീസണൽ ഫ്രഷ് ജ്യൂസാണ് പറഞ്ഞത്. വാട്ടർ മെലൺ ഏതാണ് മിക്സഡ് ഫ്രൂട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡെസേർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ പ്ലേറ്റിങ്ങും ഒരു അവർ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത ആ ഒരു രീതിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മൾ പറഞ്ഞ ജ്യൂസും ഇവിടെ വന്നിട്ടുണ്ട്. നല്ല രുചിയാണ്. അതിന് മുമ്പ് നമുക്ക് കഴിക്കാം. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വെച്ചിട്ട്. ഇത് നല്ല ടേസ്റ്റ്. അതൊന്നുമില്ല. അതിൻ്റെ താഴെ കേക്ക്, ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഇളനീരിൻ്റെ വെള്ളം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഇളനീരുണ്ട്. കൊള്ളാം കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം കഴിക്കണമെന്ന്. നമ്മൾ കറക്റ്റ് സാധനം തന്നെ പറഞ്ഞാൽ ഓക്കെ. ഈ ചൂടത്തുണ്ടല്ലോ, ഈ ചൂടത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. താഴോട്ട് പോർഷനിലോട്ട് വരുമ്പോൾ ഇളനീരിൻ്റെ പീസ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് കേക്കും വരുന്നുണ്ട്. അത് ബ്രൗണി ടൈപ്പ് ആണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടിട്ട്. പിന്നെ ജ്യൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കി.
എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് മിക്സഡ് ഫ്രൂട്ടാണ് നമ്മൾ പറഞ്ഞത്, ബട്ട് പപ്പായയുടെ ടേസ്റ്റ് കുറച്ച് കൂടി നീങ്ങണ പോലെ ഉണ്ട്. കുഴപ്പമില്ല, എനിക്ക് പപ്പായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ മിക്സഡ് ഫ്രൂട്ടിൽ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കൂടി നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു പോർഷൻ്റെ നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് അകത്തോട്ടൊക്കെ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലെ നമുക്ക് ഇരിക്കാനായിട്ട് സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. അത് അവിടെ ആണെങ്കിൽ തന്നെ കുറേ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റീക്ക് ടച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ മുകളിലുള്ള ഈ ലൈറ്റൊക്കെ ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഭയങ്കര ഒരു ആൻറ്റീക്ക് ടച്ചുള്ള സംഭവമാണ്. ഇങ്ങനെയാണ് അകത്ത് വരുന്നത്. AC ആണ്, അതുപോലെ ഇങ്ങനത്തെ ഡിം ലൈറ്റ് ആണ്, ഭയങ്കര ഒരു ഡിം ലൈറ്റ് ആണ്. രാത്രി ആകുമ്പോഴായിരിക്കും ഇവിടെ സെറ്റ് ആംബിയൻസ് ആയിരിക്കും അകത്ത്. ആ ഒരു പഴയ ആ ഒരു സ്റ്റൈലും ആർക്കിടെക്ചർ രീതിയൊക്കെ ഇവർ അകത്തും അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, അടുത്തുനിന്ന് കാണിച്ചു തരാം. പഴയ രാജാവിൻ്റെ അങ്ങനത്തെ എന്തോ ആണ് കേട്ടോ, അവരുടെ ഫാമിലിയുടെ എന്തോ പിക്ചർ. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് നോക്കാൻ കൊള്ളാം കേട്ടോ. ആ ഒരു പച്ചപ്പ് ഫുള്ള് വന്നിട്ട് അതിൻ്റെ ഇടയിൽ സീറ്റൊക്കെ വരുമ്പോൾ ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇത് ഒരു തട്ടിമ്പുറമാണ് കേട്ടോ. ഇത് ഈ സെക്കൻഡ് ഫ്ലോറിൽ വേറൊരു റൂമുണ്ട്, ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ നടത്താനൊക്കെ ആയിട്ടുള്ള റൂമുണ്ട്. അപ്പൊ ഈ റൂമിന്റെ ജനൽ വഴിയാണ് ആറാട്ടൊക്കെ നടക്കുന്ന ടൈമിൽ ഇവിടെ താമസിച്ചു വരുന്നവര് അത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ച ഫുള്ള് മുകളിലത്തെ പോർഷനാണ്. 2 നിലയല്ലേ, ഗ്രൗണ്ട് ഫ്ലോർ 2 നിലയാണ് വരുന്നത്. അവിടേക്ക് പണ്ടത്തെ റാണിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു സംഭവമാണ് ഇവരിങ്ങനെ റെസ്റ്റോറൻ്റ് ആക്കി എടുത്തത്. ആറാട്ടിന് പോകുന്ന എന്താണ് ഇതാണ് ഇവിടെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴേ വലിയ നമ്മൾ ലൈക്ക് ബ്രൈഡൽ ഷവർ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അതിനുള്ള ഫുള്ള് ലോണൊക്കെ ആയിട്ടുള്ള ഒരു പോർഷനാണിത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും ലോണാണ്, ചെറിയൊരു ഗാർഡൻ ഇതും വരുന്നുണ്ട്. ഈ ട്രീൻ്റെ പേരാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ചെറിയൊരു കാർഡ് പോലത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എൻട്രൻസിന്റെ ഇവിടെ ആയിട്ട് തന്നെ ഇവർക്ക് കിട്ടിയ അവാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ മുത്തൂറ്റിന്റെ ആണ് ഇത് ആക്ച്വലി.
അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫാനിന്റെ ഒക്കെ ഒരു പ്രത്യേകത. എല്ലാ ഫാനും ഇങ്ങനെ ഒരു ടൈപ്പാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. മെയിനായിട്ട് പറയാനുള്ളത് സ്റ്റാഫിൻ്റെ പെരുമാറ്റം, നല്ല പെരുമാറ്റം. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഫുഡാണെങ്കിലും മൊത്തത്തിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.